ഹലോ, സെല്ലുലോയിഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ സെല്ലുലോയിഡിൽ ഒരു കിടിലൻ കൊമേഡിയനും ഒരു സൂപ്പർ പാട്ടുകാരനുമാണ്. നമുക്ക് വിശേഷങ്ങൾ കേൾക്കാം കണ്ണൻ സാഗറിന്റെയും പ്രദീപ് പള്ളുരുത്തിയുടെയും. പ്രദീപേട്ടാ, കണ്ണൻ ചേട്ടാ, വെൽക്കം ടു സെല്ലുലോയിഡ്. ആദ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ രണ്ടുപേരുടെ സിനിമ വിശേഷമാണ്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എന്ത് പറയണം പ്രദീപേട്ടാ? എന്റെ ഇപ്പോ ലാസ്റ്റ് സിനിമ പാടിയത് ചാട്ടുളി, നമ്മുടെ ഷൈൻ ടോം നായകനായാണ് പടം വരുന്നത്. അതിനുശേഷം ഇപ്പൊ പുതിയ 5 സിനിമകൾ ഉണ്ട്. 2 സിനിമകൾ പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടപടി ആവുമെന്ന് അറിയില്ല. അതാണ് ഇപ്പോഴത്തെ വിശേഷം. ചേട്ടന്റെ കരിയർ എനിക്ക് എത്ര സിനിമകളാണ് മമ്മൂട്ടി പടത്തിൽ ചേട്ടൻ പാടിയിരിക്കുന്നത്. തുടങ്ങിയിരിക്കുന്ന തൊമ്മനും മക്കൾ. എത്ര സിനിമ എന്ന് പറയാനല്ലോ 10 സിനിമയുള്ളൂ. 10 സിനിമ. ആ ശരി, 10 നമ്പറല്ലേ? അപ്പം ഇപ്പൊ ഈ പുതിയ പടത്തിൽ ഏതെങ്കിലും മമ്മൂട്ടി പടം ഉണ്ടോ? വരുന്നുണ്ടോ? ആണോ? അപ്പോഴും ഉണ്ട്. നിങ്ങൾ നമുക്കൊരു ചോദ്യമായിട്ട് ചോദിക്കാം. കണ്ണൻ ചേട്ടന്റെ പുതിയ വിശേഷം കേക്കട്ടെ. എന്റെ പുതിയ വിശേഷം, പുതിയ പടം ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പൊ ചെയ്തത് വാഴ 2. വാഴ സിനിമയുടെ 2ാമത്തെ ഭാഗം. അതിന്റെ ഡയറക്ടർ വിളിച്ചു, നല്ലൊരു വേഷം, കുഴപ്പമില്ലാത്ത വേഷം. 2 ദിവസം ഉണ്ട്. ഒരു ദിവസം കഴിഞ്ഞു, ഒരു ദിവസം കൂടെ ഉണ്ട്. ഒരു ദിവസം കൂടി ഇനി ഷൂട്ട് ഉണ്ട്. പിന്നെ ഒരു ഹൊറർ ചിത്രം അരൂപി എന്ന് പറഞ്ഞൊരു പട്ടാമ്പില്ല, അതിന് പൈലറ്റൊക്കെ എടുത്ത. അതിനകത്തൊരു കള്ളനായിട്ട് അതിന് താടിയും ഒക്കെ ഉണ്ടായിരുന്നു, മുടിയൊക്കെ വളർത്തിയായിരുന്നു. ഈ വാഴയ്ക്ക് വേണ്ടിട്ട് കട്ട് ചെയ്ത. അപ്പൊ ആ വേഷം കള്ളന് ചേരുന്നതെന്ന് പറഞ്ഞ അങ്ങനെ കള്ളന്റെ വേഷം തന്നെ. അത് ഞാൻ ചേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പോലും ഞാൻ ചേട്ടനെ കണ്ടിട്ടുള്ള കോമഡികൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ആ മറ്റേ ഒരു അമ്മച്ചിയായിട്ട് ചേട്ടൻ ചെയ്ത്, അയ്യോ എന്നാ സൂപ്പർ ആയിരുന്നു അത്. അടിപൊളിയായിരുന്നു. ആളുകൾ ചേട്ടനെ പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും അത് തിരിച്ചറിഞ്ഞ് ചോദിക്കുന്നു. അത് അമ്മച്ചിമാര് ഒരു അമ്മച്ചേനോ വന്നിട്ട് എന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, മോനെ നീ ഈ ബീഗാലാൻഡിൽ കൊണ്ടുവന്ന ഒരു സ്റ്റോറി ഞാൻ എഴുതിയ സ്കിറ്റ്. അപ്പൊ അത് ചെയ്തപ്പോ മോനെ എനിക്ക് പറ്റിയ അബദ്ധമാടാ, എനിക്ക് പറ്റിയതാ, അതാ നീ ചെയ്തെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയൊരു സന്തോഷം നമുക്ക്. പിന്നെ ചിരിയുടെ കൂടെ അല്പം ഒരു വ്യസനം കൂടെ ഉണ്ടെങ്കിൽ ഇതിന് കോമഡി മാത്രം കൗണ്ടർ മാത്രം പറഞ്ഞിരുന്നതിനേക്കാളും ഞാൻ ചെയ്യുന്ന ചെറിയ സ്റ്റോറി വൈസ് ഒരു സ്റ്റോറി ഉണ്ടാകും. പിന്നെ ഉല്ലാസമായിട്ട് ഒരു ചെയ്തിരുന്ന അവന്റെ ഇതൊക്കെ ഭയങ്കര ഹിറ്റായി. അങ്ങനെ കുറേ സ്കിറ്റുകള് എഴുതിയതും അത് വലിയൊരു ഭാഗ്യ അല്ല വേറെ ഫീമെയിൽ സ്ഥലത്തില് ശൃംഗാരം വരട്ടെ. ഓ അത് ശരി. ശരി. അപ്പം തീരുമാനിച്ചിറങ്ങിയിരിക്കാം. അപ്പൊ ശൃംഗാരപ്പെടുത്താം. അത് യാദൃശ്യമായിട്ട് നമ്മുടെ നാട്ടില് നടന്നൊരു കഥയെ ആസ്പദമാക്കി ആ സ്കിറ്റ് ഉണ്ടാക്കിയത്. നമ്മളടുത്ത് പുള്ളി, അതായത് വണ്ടി ഇടിച്ച് മരിച്ചു ഈ പറഞ്ഞ ആള്, വെള്ളവടി. മക്കള് വിവാഹിതന. അമ്മ പ്രായമാണ്. അപ്പൊ പുള്ളി 2 അടിച്ചിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 7-8 മണിയാകുമ്പോൾ വരും. എന്ന് കഴിഞ്ഞാല് ഈ അമ്മയ്ക്ക് മുറുക്കാന്ന് പറഞ്ഞാൽ അത് മേടിക്കുമ്പോൾ നന്നായിട്ട് പോയി. പക്ഷെ പുള്ളി മടിയിലോ പോക്കറ്റിലേക്ക് വെച്ച് ഇതങ്ങ് വേറൊരു ഷേപ്പ് ആക്കും. പാക്കൊക്കെ വേറൊരു ഇതിലേക്ക് ബെറ്റയൊക്കെ അങ്ങ് ചുരുട്ടി ഇങ്ങനെ കൊണ്ട് കൊടുക്കുന്നു. അപ്പൊ അയാളെ മേടിച്ചത് പാവം അത് എടുത്ത് മുറുക്കാൻ വായിലിടുമ്പോഴത്തേന് എങ്ങനെ പിടിച്ച ഒറ്റ ഉമ്മയാ. അമ്മ ഒരുങ്ങിക്കോണം, നാളെ ഗുരുവായൂർ പോന്നു. ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ 10, 11, 12 മണി വരെ ഈ തള്ള ഉറക്കാതെ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. ഒരു ദിവസം പാവം അവൻ പറഞ്ഞല്ലോ പറഞ്ഞ് ഒരുങ്ങി, വെളുപ്പിന് ഒരുങ്ങിയപ്പോഴാ പുള്ളി ഒന്ന് തലക്കാച്ചിലുണ്ടോ ചോദിച്ചു. എവിടെ പോകാനാ ഇവര് ചൂടായി. വെള്ളം ഇല്ലാത്തപ്പോ തന്നെ ഇതാ അതൊരു സ്കിറ്റാക്കി എടുത്താ. അതെ, എനിക്ക് തോന്നുന്നു ഞാനത് കണ്ടിട്ടുണ്ടോ സംശയമുണ്ട് ആ സ്കിറ്റ്. കണ്ടു കാണുമായിരിക്കും അമ്മച്ചില്. പിന്നെ ഉണ്ട് ഒരു പറട്ടയമ്മച്ചിയുണ്ട്. മരുമോള് പോകുമ്പോ പോകല്ലേ മോളെ, നീ പോകല്ലേ, നീ പോകല്ലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പിടിച്ചല്ലോ. പോകല്ലേ പറഞ്ഞ് അങ്ങോട്ട് തള്ളി വിടുക. സാധാരണ പോകല്ലേ കൊണ്ട് വലിക്കുമല്ലേ, ഇത് അങ്ങോട്ട് തല്ല, നീ പോകല്ലേ അടി എന്ന് പറഞ്ഞു. കുറെ ആ പാട്ട് പാടിയപ്പം ഫസ്റ്റ് പാട്ട് തന്നെ ഹിറ്റുമാണ്. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ ഫസ്റ്റ് പാട്ട് ഹിറ്റ്. അതെ, ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ അച്ഛൻ ഇപ്പോഴും ടി വിയിൽ ആ പാട്ട് പ്ലേ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് താളം പിടിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിക്കണം.
എന്തായിരുന്നു ചേട്ടന്റെ ഒരു ആ പാട്ട് കഴിഞ്ഞിട്ട് ഇത്രയും ഒരു ഇത് കിട്ടിയപ്പോ ഒരു എന്താ പറയാ സ്വീകരണം കിട്ടിയപ്പോഴുണ്ടായ ഒരു സന്തോഷം, സിനിമയിൽ കയറി ഹിറ്റായി? വലിയ വലിയ സന്തോഷം. പക്ഷെ അത് അതിനേക്കാൾ വലിയ രസം എന്താന്ന് വെച്ചാല്, ഈ ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അലക്സ് പോൾ ചേട്ടന്റെ ആദ്യത്തെ സിനിമ തൊട്ട് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സഹായിയായിട്ടുണ്ട്, ട്രാക്ക് സിംഗർ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് സിനിമ കിട്ടുമോ എന്നൊന്നും എനിക്ക് ശരിക്കും ഒരു ഐഡിയ ഇല്ല. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എനിക്ക് സിനിമയിൽ ഞാനിങ്ങനെ വരുമോ എന്നൊന്നും പോലും എനിക്ക് ഐഡിയ ഇല്ല. കാരണം എന്റെ വീട്ടില് ആരും ഇല്ല സിനിമയെന്ന് വരാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എന്റെ പരിസരത്തൊന്നും ഒരു സിനിമാക്കാരനില്ല. അപ്പൊ എനിക്ക് ശരിക്കും സിനിമ വരും കിട്ടും എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സിനിമയിൽ പാടിയ സന്തോഷത്തെക്കാൾ കൂടുതൽ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. കാരണം ഞാൻ കുറേ പാരഡി പാട്ടുകൾ, ഒരുപാട് പാരഡി പാട്ടുകൾ പാടി അല്ലേ നമ്മൾ ഒരുപാട്. അപ്പൊ എനിക്ക് ഏത് പാരഡി എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ, കാരണം ഒരൊറ്റ പാട്ടിന്റെ തന്നെ 5ഉം 6ഉം പാരഡികളൊക്കെ പാടിയിരുന്ന ഒരു സമയമുണ്ട്. ഈ പാരഡി പാടി കിട്ടിയ പൈസ കൊണ്ട് കട്ടിലുമ കൊണ്ട് നിന്നിട്ട് ഇങ്ങനെ അതും നോക്കിയിട്ട് ഇരുന്നിട്ടുണ്ട് ഞാൻ. പിന്നെ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ, അതായത് അദ്ദേഹം ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു മിമിക്ക് ചെയ്യുന്ന ഒരു പാട്ടുകാരനെ അസിസ്റ്റന്റ് ആയിട്ട് വേണം അദ്ദേഹത്തിന്, ട്രാക്ക് സിംഗർ ആയിട്ട് വേണം. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നപ്പെടുന്നത്. അങ്ങനെ ചെന്നപ്പെട്ടപ്പോ അന്ന് അതിന്റെ ആ സിനിമയുടെ സിറ്റുവേഷൻ 1-2 ഇങ്ങനത്തെ പാട്ടുകളുടെ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്ന് മാത്രമേ പിന്നെ അവശേഷിച്ചുള്ളൂ. ആ ഞാനും വരട്ടെ എന്നുള്ള പാട്ടില്ലേ, അതിന്റെ ഓ സൈന ഓ സൈന സൈന എന്ന് പറഞ്ഞ അങ്ങനത്തെ കുറെയൊക്കെ സംഭവങ്ങള്. അപ്പോ അത് അങ്ങനെ കൂടെ ചേർന്ന് നിന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടും പിന്നെ നമ്മുടെ സിനിമയിലേക്ക് വരണമെന്നുള്ള ഒരു അന്നത്തെ ആ ഒരു ആഗ്രഹം കൊണ്ടും പിന്നെ നമ്മൾ അവിടെ കണ്ടിന്യൂ ചെയ്തു. അന്ന് ഞാൻ ഒരു ദിവസം 500 രൂപ ശമ്പളക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ. കാരണം എനിക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും വീട്ടിൽ പോകുമ്പോൾ 500 രൂപ തരുമായിരുന്നു. അപ്പൊ എനിക്ക് അതും നന്നായിട്ട് തോന്നി. കാരണം നമ്മൾ പാട്ടുകാരനാകാൻ വേണ്ടി നടക്കുന്നു, ദിവസവും 500 രൂപ കിട്ടുന്നു, നല്ല കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ഭയങ്കര ഇഷ്ടം തോന്നി അതിനോട്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു. അദ്ദേഹത്തിന്റെ 3ാമത്തെ സിനിമയാണ് ഈ തൊമ്മനും മക്കളും വന്നത്. രാജൻ പി ദേവ് ചേട്ടനുണ്ടല്ലോ, ആ ചേട്ടന്റെ ഒരു വോയിസ് അവിടെ വരണമെന്ന് അവർക്ക് തോന്നിയപ്പോഴാണ് ആ സംഭവത്തില് ഞാൻ വരുന്നത്. അവിടെയാണ് ഈ പുണ്യവാൻ സഹാക്ക് എന്നുള്ള വരിയും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. പക്ഷെ ദൈവാധീനം എന്ന് പറഞ്ഞാൽ ആ സിനിമയില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു. അതാണ് ദൈവാധീനം എന്ന് പറയുന്നത്. അപ്പൊ അത് വരുന്നതിന് മുമ്പ് അലക്സിയേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഓളോ താനുണ്ടല്ലോ, താൻ ആരോടും പറയേണ്ട കാര്യമില്ല കേട്ടോ, മിക്കവാറും സിനിമയിൽ ഉണ്ടാവും തോന്നണല്ലോ കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആരോടും പറഞ്ഞില്ല. പിന്നെ ഞാൻ എന്നിട്ട് വൈഫിനോട് പോലും പറഞ്ഞില്ല. അപ്പോ പക്ഷെ സിനിമയിൽ വന്നപ്പോ പ്രദീപ് പള്ളുരുത്തി എന്ന് എഴുതി കാണിച്ചപ്പോ ഒരുപാട് സന്തോഷം തോന്നി. അതൊരു വലിയ സന്തോഷമല്ലേ. പിന്നെ തീർച്ചയായിട്ടും എന്തായാലും അതിന്റെ 2 വരി ഒന്ന് കേൾക്കാം. വലിയൊരു പാട്ടാണ്, പക്ഷെ അതിന്റെ 2 വരിയാണ് ഞാൻ പാടിയത്. പുണ്യവാനി സഹാക്കീനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേസാവും 2ാമൻ യാക്കോബും. പുണ്യവാൻ ഇസ്ഹാക്കിനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേസാവും 2ാമൻ യാക്കോബും. തക്കിട്ടത്തക്ക ധിമി തക്കിട്ടത്തക്ക ധിമി തക്കിട്ടത്തക്ക ധിമി തോം തുളിതാളം തുളിതാളം തുളിതാളം. എന്തോ ഇപ്പോഴും ഒരു ഫ്രഷ്നെസ് അല്ലേ കേൾക്കുമ്പോ, ഒരു എനർജിയാ പാട്ടിന്. അതെ, ഇത് ചവിട്ടുനാടകത്തിന്റെ ഇതിലെന്തെങ്കിലും ചേട്ടൻ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ചേട്ടൻ എന്തെങ്കിലും ഒരു അല്ല, എന്നോട് ആ മൂഡ് പറഞ്ഞു തന്നിട്ട് അതിനൊരു പിന്നെ മോഡുലേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. 2 മൂഡിലാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഒന്ന് ആ തക്കിട്ടത്തക്ക ധീമ എന്നുള്ള പാട്ടിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോർഷൻ ഉണ്ട്, അത് വളരെ സന്തോഷകരമായിട്ടും. മറ്റൊന്ന് വളരെ പിന്നെ എന്താ പറയണ വികാര നിർഭരമായ രംഗത്തിലുള്ളത്. അപ്പൊ അത് കുറച്ച് പത്തറ്റിക് ആയിട്ട് ഒരു സംഭവമാണ് ചെയ്തത്. 2 മൂഡായിരുന്നു. മറ്റേത് പാടുമ്പോഴെന്ന് വെച്ചാൽ പുണ്യവാനി സഹാക്കീനുണ്ടായി 2 മക്കൾ, ഒന്നാമൻ യേസാവും 2ാമൻ യാക്കോബും.
പാട്ടൊരു ഭയങ്കര ഒരു കലയാണ് അല്ലെ? സത്യം, എന്ത് രസമാണ്. വെറുതെ ഇങ്ങനെ ഇപ്പൊ ഡാൻസ് ഒക്കെ ആണെങ്കിൽ നമ്മള് ആടാഭരണങ്ങളൊക്കെ ഇട്ട് പാട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് സംഗീതത്തിന് വലിയ സത്യമുണ്ട്. എത്ര ബഹളം വെച്ച ആൾക്കാർ ഇരുന്നാലും ഒരു പാട്ട് കേട്ടാൽ എല്ലാവരും നിശബ്ദരാകും. അത് പ്രത്യേക ഒരു പവറാണ് സംഗീതത്തിന്. മിമിക്രി കലാകാരന്മാര് ഈ കേരളത്തിലെ ഒരുപാട് അഭയ് ദിലീപ് നാർഷക്ക അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുപാട് പേരുണ്ടെങ്കിലും ആ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. ശരിയാ, ഞങ്ങള് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്. പിടിച്ചു പറയും ഇദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സ്റ്റുഡിയോയിൽ അടുത്ത സ്റ്റുഡിയോയിലേക്ക് അടുത്ത ഓട്ടോ പറക്കുമോ ഏട്ടായി. ഞങ്ങളിവിടെ കോമഡി സ്കിറ്റ് ചെയ്യുമ്പോ ഇതിനകത്ത് ഏട്ടായി വന്ന ഇടയ്ക്ക് പാട്ട് പാടിട്ട് പോയാ എടാ ശരിയല്ല ഒന്നും വിളിക്കുമ്പോഴത്തേന് ഇത് പിന്നെ രണ്ടാഴ്ച കഴിയണം അങ്ങനെ ഒരു തിരക്കുണ്ടായിരുന്ന അതുപോലെ വലിയൊരു സംഭവമായിരുന്നു ആ സമയത്ത്. അപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. ചേട്ടൻ പറഞ്ഞു മിമിക്രിക്കാർ ഒരുപാട് പേരുണ്ട്. ശരിയാ, ചേട്ടൻ ഇപ്പൊ പറയുമ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അതിലും ശ്രദ്ധിക്കപ്പെട്ടു അല്ലെ? അതൊരു ചെറിയ കാര്യമേ അല്ല. ഒരുപാട് അനുഗ്രഹീതരായിട്ടുള്ള കലാകാരുടെ ഇടയ്ക്ക് നമ്മള് അത് ഫൈൻ ട്യൂൺ ചെയ്ത് കുറെ എന്താ പറയുക വ്യത്യസ്തതകളും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പൊ നമ്മള് ഒരുപാട് ആളുകളുണ്ട് അതില് ആ കൂട്ടത്തിൽ ഇങ്ങനെ പറയുമ്പോ കണ്ണൻ സാഗർ എന്ന് പറഞ്ഞ പേര് പറഞ്ഞ ആ കണ്ണൻ അതെല്ലാവർക്കും അറിയാം. അതൊരു വലിയ കാര്യമാണ്. ഞാനും ജാഫറും ഇപ്പോഴത്തെ മെയിൻ നടൻ ജാഫർ ഇടിയെ 11 വർഷം ഞങ്ങൾ ഒന്നിച്ച് ഒരുപോലെ കെട്ടിപ്പിടിച്ച് നടന്നിട്ടുള്ള മിമിക്രി ഫീൽഡിൽ നടന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. സിനിമയിലൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഈടെ ഒരു സിനിമ കണ്ടിട്ട് ഞാൻ കിട്ടിക്ക് പോയി. ഈ മൊബൈലിലേക്ക് വരുന്നുണ്ട് അഭിനയത്തിന്റെ ഇത് കണ്ടിട്ട് അതുപോലെ റേഞ്ച് ആയതായിരുന്നു. അഭിമാനവും സന്തോഷമാണ്. അതുപോലെ തന്നെ ഒരുപാട് അബിക്കാട് കൂടെ 6 വർഷം ഉണ്ടായിരുന്നു ഞാൻ. കലാമുറക്കും അതിനെ കൂടെ 4.5 വർഷം ഉണ്ടായിരുന്നു. കൊച്ചിയിലായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയം ജില്ലയിൽ ആദ്യത്തെ മിമിക്രിക്കാരൻ ഞാനായിരുന്നു. അങ്ങനെ അവിടെ വന്ന് പെട്ട് അങ്ങനെ കുറേ പ്രശസ്തവും പ്രഗത്ഭനുമായ കുറേ താരങ്ങളുടെ മിമിക്രി താരങ്ങളുടെ ഒപ്പം അവരൊക്കെ പിന്നീട് സിനിമാ താരമായി. അവരോടൊക്കെ നിൽക്കുവാനും ഇതൊക്കെ കിട്ടിയോണ്ട് നമുക്ക് ടൈമിങ് ഇപ്പൊ ഇന്ന സമയത്ത് വരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വരിക. ഞാൻ ആള് കളിക്കുകയല്ലേ, ഞാൻ മറ്റുള്ളവർ ചെയ്യുന്നത് മറ്റുള്ളവർ എന്താണെന്ന് കാണുകയും അതിന് ടൈമിങ് എങ്ങനെ ചെയ്യാമെന്ന് അറിയും ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് അങ്ങനെ വന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു സ്കിറ്റുകൾ എഴുതുമായിരുന്നു, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എഴുതുക. അല്ല ഇപ്പൊ കണ്ണൻ പോയി കുറെ സിനിമ ചെയ്തില്ല ഇപ്പൊ അടുത്തായിട്ട് കുറച്ച് സിനിമകൾ ചെയ്തു. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോ കലാകാരൻ എന്ന് പറഞ്ഞൊരു കലാകാരനൊരു പ്രത്യേകത ഉണ്ട്. കലാകാരൻ പ്രത്യേകിച്ച് ആക്ടർ ആണെങ്കിൽ അയാൾക്ക് ഒരു പ്രത്യേകിച്ചൊരു സമയമൊന്നുമില്ല. കാരണം അയാളുടെ സമയം വന്നാൽ അയാൾ അങ്ങോട്ട് വരും. കാരണം ആ പ്രായത്തിനനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് നമ്മളെ തേടി വരുമെന്നല്ലേ. എത്രയോ ആളുകൾ ഉദാഹരണമായിട്ട് എത്രയോ ആളുകളുണ്ടെന്ന് അറിയും. ഉദാഹരണം പറയാനൊക്കെ നമ്മുടെ NF ചേട്ടനൊക്കെ NFO ഹരീഷ് ചേട്ടനൊക്കെ ശരിക്കും 40ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സിനിമയിൽ വരുന്നത്. അതിനുശേഷം അദ്ദേഹം എത്രയോ സിനിമകൾ ചെയ്തു, എത്രയോ വലിയ വലിയ വേഷങ്ങൾ. ഞാൻ പണ്ടൊരു ഈ സൂര്യ ടി വിയിൽ തന്നെ ഒരു കോമഡി പരിപാടിയിൽ പങ്കെടുത്തപ്പോ തീരില്ല കുറച്ച് വർഷം മുമ്പ് വന്ന് പഠനച്ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ ചേട്ടൻ അഭിനയിക്കുന്നുണ്ട്. പറവൂരൊരു ഷൂട്ട്. അപ്പൊ എനിക്കും ചെറിയ വേഷം ഉണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ അങ്ങനെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ സിനിമയൊക്കെ കുറവാ എന്തായാലും വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നത് വലിയ ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. നിനക്ക് എന്നെ ഉണ്ട് ഇപ്പൊ പ്രായം. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് എനിക്ക് 38 വയസ്സാ കണ്ടേക്കുള്ളൂ. നമ്മൾ ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. 67 ആകുമ്പോ നിനക്ക് കിട്ടും. ഞാൻ പറഞ്ഞു ഞാൻ കിടിക്കുമ്പോ അതിന് 67. എനിക്ക് അതിന്മേൽ അവസരം കിട്ടിയത് അല്ലാതെ ഞാനെന്താ പറയാ. ഞാൻ ചിരിച്ചോട് വാങ്ങി കൂടിക്കളഞ്ഞു. പുള്ളി പറഞ്ഞ കാര്യമല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ലല്ലോ. പുള്ളി പറഞ്ഞ എനിക്ക് 67 വയസ്സിൽ കിട്ടുക അതുകൊണ്ടൊക്കെ പറഞ്ഞു. വലിയൊരു കലാകാരനാണ്. ഒരുപാട് സ്റ്റേജ് ഷോകൾ ചേട്ടൻ ചെയ്തിട്ടുണ്ടാവില്ലേ? ഒരുപാട് വിദേശത്ത് ഒരുപാട്. അതെ, മിമിക്രിക്കാരുടെ എനിക്ക് പാട്ടുകാരും അതിലൊക്കെ ഒരു കുറവില്ലാതെ അല്ലേ? ഭയങ്കര ബ്ലെസ്സിങ് ആണ്. രണ്ടുപേർക്കും സിനിമ ഇല്ലെങ്കിൽ സത്യമായിട്ട് നല്ല സദ്യ കഴിക്കാനുള്ള പൈസ അതിൽ കൂടുതൽ ഉണ്ടാക്കാവുന്ന ഒരു ഏരിയ. സിനിമ എന്ന് പറയുന്നത് സിനിമ എപ്പോഴും ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം സിനിമയിൽ ഇപ്പൊ ഞാൻ 136 സിനിമകൾ പാടി. അപ്പൊ 136 സിനിമകളിൽ 136 ഹിറ്റുകളല്ലല്ലോ. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു 20-25 സിനിമകളായിരിക്കും ചിലപ്പോൾ ഹിറ്റുകൾ, പാട്ടുകൾ ഹിറ്റാവുന്നത്. അപ്പൊ സിനിമ നമുക്ക് എണ്ണം കൂടുന്നത് എപ്പോഴും നല്ലതാ. കാരണം ഞാൻ ഇത്ര സിനിമയിൽ പാടി. അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്റ്റേജ് ഷോ വരുമ്പോൾ കുറച്ച് കാശ് കൂടുതൽ മേടിക്കാം. മനസ്സിലായോ? അപ്പൊ സിനിമ ഒരു പ്ലാറ്റ്ഫോമാണ് ഞാൻ. അപ്പൊ അതുവഴി നമുക്ക് നമ്മുടെ മാർക്കറ്റ് കൂട്ടാം. നമ്മുടെ സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഡബിളി കൂടുതൽ മേടിക്കാം. ആരോ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ എന്നുള്ളത് ഒരു കലാകാരന്റെ പൂർണ്ണതയിലേക്കുള്ള
യാത്രയുടെ അവസാന ഭാഗം ഈ സിനിമ. അതെ. അവിടെ ചെന്നപ്പോൾ അങ്ങനെ അവിടെ തന്നെ അങ്ങ് നിൽക്കുക. അല്ല, അതിനകത്ത് വേറൊരു എതിരഭിപ്രായമുണ്ട് എനിക്ക്. കാരണം പലരും അങ്ങനെ വിചാരിച്ചു വെക്കുന്നുണ്ടെങ്കിൽ പോലും സിനിമ എന്ന് പറഞ്ഞൊരു കലാകാരന്റെ പൂർണ്ണതയുടെ ഏറ്റവും അവസാനത്തെ വാക്കൊന്നുമല്ല. സിനിമ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു വേൾഡ് ആയതുകൊണ്ടാണ് ശരിക്കും നമ്മളെല്ലാവരും, നിങ്ങളായാൽ പോലും എനിക്ക് സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതും സിനിമയിൽ നല്ലൊരു വേഷം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ്. കാരണം വെച്ചാല് ഇപ്പോ ഈ നിൽക്കുന്ന സംഭവമല്ല, നിങ്ങളിപ്പോ ഈ സിനിമയിലും സീരിയലിൽ നിൽക്കുന്ന ആളല്ല. ഒരു നല്ല 4 പടം കയറി ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ കാശ് മേടിക്കാൻ പറ്റും. അത് മാത്രല്ല വലിയൊരു സംഭവത്തിലോട്ട് വരുന്നത്. കാരണം നിങ്ങളെ ഈ ഒരു ആളുകൾ അറിയുന്നത് പോലെയല്ല, ഒരുപാട് ആളുകൾ അറിയും. അതുകൊണ്ട് തന്നെയാണ് സിനിമയിലേക്ക് വരാൻ വേണ്ടി എല്ലാവരും ബഹളം ഉണ്ടാക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും ശ്രമിക്കുന്നത്. ഏത് ഉറപ്പായിട്ടും. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരുപാട് സിനിമക്കാരെയും ഒരുപാട് ആൾക്കാരെയും എനിക്ക് പരിചയമുണ്ടെങ്കിൽ പോലും ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിച്ചിട്ട് ഗുഡ് മോർണിംഗ് പോലും പറയാത്ത ഒരാളാണ്. പക്ഷെ അവസരങ്ങൾ വരുന്നത് ഇപ്പോഴും എങ്ങനെ ഇടക്കിടക്ക് അവസരങ്ങൾ വരുന്നത് എന്തോ ദൈവാധീനം കൊണ്ടും ഗുരുത്വം കൊണ്ടുമാണെന്ന് വിചാരിക്കുന്ന ആളാണ്. അല്ലെ, വേറൊരു സത്യം പ്രതിനെ സംബന്ധിച്ച് എന്റെ അറിവ് വെച്ചിട്ട് പറയാം. ചേട്ടനെ സംബന്ധിച്ച് നമ്മൾ നിൽക്കുന്ന ആ പാട്ടുകാരനല്ലാതെ അതിൽ നിന്ന് ഒന്ന് മാറി ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ, ഇങ്ങനെ പല മേഖലയും തേടുന്നൊരു ചേട്ടനാണ്. പക്ഷെ അദ്ദേഹം പുറത്ത് പറയത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ പടമൊക്കെ ചെയ്യാൻ പോവാ, ഇങ്ങനെ ഞാൻ അറിഞ്ഞു. സത്യം അത് അല്ല, ഞാൻ പറയാം, ഞാൻ അറിയണമല്ലോ, നല്ല നാളെ അറിയണമല്ലോ. ഞാൻ പറഞ്ഞു ചേട്ടൻ അങ്ങനെ മാറി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യം അത് വലിയൊരു അനുഗ്രഹമായി ചേട്ടനെ സംബന്ധിച്ച്. അല്ല, അതെ, അങ്ങനെ മാറി ചിന്തിച്ചത് കൊണ്ട് മാത്രം ഒരുപാട് പൈസ കളഞ്ഞിട്ടുള്ള ആളും കൂടിയാണ് ഞാൻ. മനസ്സിലായോ? ഞങ്ങൾ ഒരുമിച്ച് സീരിയൽ പുഞ്ചിരി ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു എന്റെ പ്രൊഡ്യൂസർ. എന്റെ ഒരു കൂട്ടുകാരനും ഞാനും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ആ വകുപ്പിൽ കുറച്ച് കാശ് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പിന്നെ 1-2 സിനിമകളുടെ പുറകെ നടന്നു. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതാനും അതിന്റെ ആൾക്കാരെ കാണാനും മറ്റേ കുറച്ച് നടന്മാർക്ക് അഡ്വാൻസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ആ വകുപ്പിലും കുറെ കാശ് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വീട്ടിൽ നല്ല സ്വസ്ഥതയാ, സമാധാനവും സന്തോഷവുമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ. അതെ അതെ. പിന്നെ വേറെ വലിയൊരു സത്യം, സിവിൽ സപ്ലൈയുടെ വലിയ ആളായിരിക്കും. ഇതിന്റെ സംഭവം എന്ന് പറയുമ്പോൾ സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥനല്ല ഞാൻ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മളെല്ലാവർക്കും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും സംഭവിച്ച ഒരു സംഭവം ഉണ്ടല്ലോ. ഭയങ്കരന്മാരാണെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് കൊറോണ വന്നിട്ട് എല്ലാവരോടും ഞെക്കിപ്പിഴിഞ്ഞ് വീട്ടിലിരുത്തി കളഞ്ഞല്ലോ. അപ്പോ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥ വരും. അങ്ങനെ അവസ്ഥ വന്നപ്പോ എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ വീട്ടിൽ കുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകൂ, പണിയെടുത്ത് ജീവിക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പണിയെടുത്ത് ജീവിക്കുക എന്ന് നമ്മൾ യാഥാർത്ഥ്യത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോ നമ്മളെന്താ ആലോചിക്കണേ, എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഒരു ദിവസം വില്ലേജ് ഓഫീസിൽ പോയി. വില്ലേജ് ഓഫീസിൽ പോയപ്പോ വില്ലേജ് ഓഫീസിന്റെ അവിടെ ഒരു നോട്ടീസ് ബോർഡില് റേഷൻ കടകൾ അനുവദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോ കൊള്ളാലോ, റേഷൻ കട അനുവദിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ ഒരു പരിചയക്കാരനാണ് വില്ലേജ് ഓഫീസർ. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ ഇത് റേഷൻ കടയുടെ സംഭവം? റേഷൻ കടയുടെ സംഭവം നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ അത് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്ലൈ ഇതുവരെ ലോട്ടറി എടുത്തിട്ട് അടിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോ എന്നിട്ട് ഞാൻ ചെന്ന് വെറുതെ ഒരു ആപ്ലിക്കേഷൻ എഴുതി ഇതൊക്കെ കൊടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവരെ എന്നെ വിളിപ്പിച്ചു, നിങ്ങള് റേഷൻ കട അരി കൊടുക്കാം. അപ്പൊ അങ്ങനെ ഞാൻ റേഷൻ കട തുടങ്ങി. 2 വർഷമായിട്ട് റേഷൻ കട നടത്തുന്നുണ്ട്. ആദ്യം റേഷൻ കട നടത്തി പിന്നെ ഇത് മിക്കവാറും ഇട്ട് വെച്ച് പോകണമെന്ന് വിചാരിച്ച ആളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ചാലുവായി. ഇപ്പോ ആ കടയിൽ നിൽക്കുന്ന ആളുകളും എല്ലാരും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളിപ്പോ കുഴപ്പമില്ല, ഇടക്കിടക്ക് മുതലാളി എന്ന് നോക്കും, അരിയൊക്കെ പക്കയാണോ, ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടോ. പിന്നെ സെലിബ്രിറ്റി ആണല്ലോ ചെല്ലുന്നത് കടയിൽ. അപ്പൊ വരുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷമുണ്ട്. പ്രതിഭേട്ടാ ഇപ്പൊ പാട്ടൊന്നുമില്ലേ? അപ്പൊ ഇല്ല, പാട്ടുണ്ട് മോനെ, പക്ഷെ ഇത് വെറുതെ ഇടക്ക് പറയാം. അതായത് ആ പൊടിയൊക്കെ നിർത്തിട്ട് ഇപ്പൊ റേഷൻ കട. അപ്പൊ എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ചേട്ടൻ ഇപ്പോ നമ്മൾ പറയാതെ പറഞ്ഞു, പ്രേക്ഷകർക്ക് അത് മനസ്സിലായോ എന്നറിയില്ല, ചേട്ടൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോവാണ്.
ഒരു ഷോർട്ട് ഫിലിം ഓൾറെഡി സംവിധാനം ചെയ്ത് കഴിഞ്ഞു. ഒരു സംവിധായകൻ കൂടെയാണ് ഇരിക്കുന്നത്. സിനിമയിൽ വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ഈ സമീപകാലത്ത് ഉണ്ടായ കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ. ഈ സിനിമ സംവിധാനം ചെയ്യാൻ പോകുമ്പോൾ മറ്റേ പഠിപ്പിച്ചു തരണമെന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ, അതായത് കുറെ ആൽബങ്ങള്, അതുപോലെ തന്നെ ഇപ്പൊ 1-2 ഷോർട്ട് ഫിലിമുകള്. അപ്പൊ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് കണ്ടത് ഒരു അനിൽ എന്ന് പറഞ്ഞിട്ട്, അനിൽ ബാബു സാറില് അനിൽ സാറൊക്കെ അത് കാണാനുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അതായത് ഒരു 60 മാർക്ക് വരെ തരാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞപ്പോ അതൊരു വലിയ അഭിമാനമായിട്ട് തോന്നി. അപ്പൊ എനിക്കത് കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടുകയാണ്. കാരണം വെച്ചാല് എന്റെ കയ്യിലൊരു നല്ല 2-3 സബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു പടത്തിന്റെ കാര്യം ഞങ്ങളിങ്ങനെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് ചെയ്യാനുള്ളൊരു ധൈര്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനുള്ള ഭാഗ്യമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോ കുറെ നടന്നും കണ്ടും മറ്റുള്ളവർ ചെയ്യണ കണ്ടുമൊക്കെയാണ്, കുറെ സിനിമകൾ കണ്ടിട്ടൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. ഒരു ഇഷ്ടം, പാഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരാൾക്ക് ആ മേഖലയിൽ ചെയ്യാൻ പറ്റും. ആ ഒരു പാഷൻ കൊണ്ട് സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്നു. അത് സംഭവ്യമാകും എന്നുള്ള വിശ്വാസത്തിലാണ്. ഞാൻ ഒരിക്കലും സിനിമ വന്നു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പാടിയിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ ആ സിനിമ വരുമോ എന്ന് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഇന്ന പാട്ടാണ്, ഏതാണ് പാടെന്ന് ചോദിച്ചാൽ ഞാൻ പാടാറില്ല. കാരണം വെച്ചാല് അത് ഉറപ്പില്ലാത്ത കാര്യമല്ലേ. അപ്പൊ സിനിമ പക്ഷെ നടക്കുമെന്നുള്ള വിശ്വാസത്തോടെ അങ്ങനെ നടക്കുമെങ്കിൽ അതിന്റെ അകത്ത് കണ്ണഞ്ചേട്ടൻ ഉണ്ടാവും. ഉറപ്പായിട്ടുണ്ടാവും. കാരണം ഞാനേ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു സീരിയൽ ചെയ്തപ്പോ ഞങ്ങള് ഡിസ്കസ് ചെയ്ത കൂട്ടത്തില് ആരൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോ കൂട്ടത്തില് ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിൽ ആദ്യം വന്ന പേര് കണ്ണന്റെ പേരാണ്. കാരണം ഈ പുഞ്ചിരി ട്രാവൽസ് എന്ന സംഭവത്തിലെ ഡ്രൈവറാണ്, വണ്ടിയുടെ ഡ്രൈവറാ. അപ്പൊ ഡ്രൈവറായിട്ട് കണ്ണനായിരിക്കും ബെസ്റ്റ് എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പൊ അതുപോലെ തന്നെ കണ്ണനില് അതുപോലെ നമ്മൾ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, നല്ല നല്ല ആൾക്കാർ, മിമിക്രി എന്ന് പറഞ്ഞ ആളുകൾ. അപ്പൊ അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. ഞാനൊരു കവിതയുടെ 2 വരി പഠിക്കട്ടെ, ചുമ്മാ ചേട്ടനെ ഉപയോഗിച്ച് പറഞ്ഞത് ശരിയല്ലെങ്കിൽ. എന്നെ സ്വാധീനിച്ച ഒരു കവിത, ജസ്റ്റ് താന നമ്മളെല്ലാം കേട്ടിട്ടുള്ള. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഹൃത്തെ ആസ്വദിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ 6 ബന്ധുക്കൾ, സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സർവം മറക്കുവാൻ അല്പം മദ്യം നുകർന്നു ഞാൻ, സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം.